ഞാൻ സലീമ സാജിദ്. കൗൺസിലിംഗ് ക്യാപ്സ്യൂളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീനേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പല പാരന്റ്സിന്റെയും നെഞ്ചിനുള്ളിൽ തീയാണ്. കുട്ടിക്കാലത്ത് എല്ലാം കേട്ട് എല്ലാം അനുസരിച്ച് നടന്നിരുന്ന ആ കുഞ്ഞ് പെട്ടെന്നൊരു ദിവസം സ്വന്തമായി അഭിപ്രായം പറയാൻ തുടങ്ങുന്നു. വാതിലടച്ച് സ്വകാര്യത ആവശ്യപ്പെടുന്നു. നിങ്ങൾക്കൊന്നും എന്നെ മനസ്സിലാവില്ല എന്ന് പറയുന്നു. ഇത് കുഴപ്പമല്ല, മറിച്ച് വളർച്ചയുടെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. പ്രശ്നം കുട്ടിയിലല്ല, ആ മാറ്റത്തെ മനസ്സിലാക്കാൻ നാം തയ്യാറാകുന്നില്ല എന്നതാണ്. ടീനേജ് കാലം എന്നത് ഒരു പ്രശ്നകാലമല്ല, ഒരു ബന്ധം പുനർനിർമ്മിക്കാനുള്ള അവസരമാണത്. മുൻപ് തലമുറകൾ തമ്മിലുള്ള മാറ്റങ്ങൾക്ക് വർഷങ്ങൾ വേണമായിരുന്നു, എന്നാൽ ഇപ്പോഴത് പെട്ടെന്ന് സംഭവിക്കുന്നു. ടീനേജിന് ലോകത്തെക്കുറിച്ചുള്ള അറിവ് ഇന്റർനെറ്റുകൾ വഴി വളരെ വേഗത്തിൽ ലഭിക്കുന്നു. തലമുറകൾ മാറുമ്പോൾ മനുഷ്യരുടെ ചിന്താഗതികളിലും ജീവിത രീതികളിലും മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇന്നത്തെ ടീനേജ് ജനറേഷനും അവരുടെ മാതാപിതാക്കളും തമ്മിലുള്ള ചിന്താഗതികളുടെ വ്യത്യാസം മുൻപത്തേക്കാളും വളരെ വലുതാണ്. കുടുംബം, കരിയർ, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ ഡയറക്റ്റായി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ ടെക്സ്റ്റ്, മീമുകൾ, ഇമോജികൾ എന്നിവയിലൂടെയാണ് അവരുടെ എക്സ്പ്രഷൻ ഇഷ്ടപ്പെടുന്നത്. ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ടീനേജുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കാൻ പല ടീനേജിനും ബുദ്ധിമുട്ടാണ്. അവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ഭയമാണ് ഇതിന്റെ പ്രധാന കാരണം. ചെറിയ വിമർശനങ്ങളെ പോലും ഉൾക്കൊള്ളാൻ അവർക്ക് പലപ്പോഴും കഴിയുന്നില്ല. സൈബർ ലോകത്തെ ബുള്ളിയിങ്ങും ഇവരെ പെട്ടെന്ന് തളർത്തുന്നു. സ്വന്തം ഐഡന്റിറ്റി, മൂല്യങ്ങൾ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്നിവയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന തലമുറയാണ് ടീനേജ്. സമപ്രായക്കാരുടെ സമ്മർദ്ദം, ആ ഗ്രൂപ്പിൽ ഉൾപ്പെടണമെന്ന ആഗ്രഹം, അക്കാഡമിക് സ്ട്രെസ്, മാർക്ക്, മത്സരം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, കമ്പാരിസൺ, ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ, ഹോർമോൺ വ്യതിയാനങ്ങൾ, സ്വകാര്യതക്കുള്ള ആഗ്രഹവും മാതാപിതാക്കളുടെ നിരീക്ഷണങ്ങളും ഇതെല്ലാം ടീനേജുകാർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. മാതാപിതാക്കളിൽ നിന്നും ടീനേജുകാർ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെ വിശ്വസിക്കണം, എപ്പോഴും അവരെ സംശയത്തോടെ നോക്കരുത്, ജഡ്ജ് ചെയ്യാതെ അവരെ കേൾക്കണം, ഉപദേശിക്കാൻ തിടുക്കപ്പെടരുത്, അവരുടെ അഭിപ്രായങ്ങൾക്കും വാല്യൂ ഉണ്ടാവണം. മറ്റുള്ളവരുമായി, അത് കൂട്ടുകാരായാലും സിബ്ലിങ്സ് ആയാലും, അവരുമായി താരതമ്യം ചെയ്യരുത്. ഫ്രീഡം വേണം, ഒപ്പം സപ്പോർട്ടും വേണം എന്നതെല്ലാം ടീനേജിന്റെ പ്രതീക്ഷകളാണ്. മക്കളിൽ നിന്നും മാതാപിതാക്കളും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സത്യസന്ധത, എവിടേക്കാണ് പോകുന്നത്, ആരോടൊപ്പമാണ് പോകുന്നത്, എപ്പോൾ തിരിച്ചെത്തും, ഇതെല്ലാം അവരെ അറിയിക്കണം. വീട്ടിൽ ചില ഡിസിപ്ലിനുകൾ ഉണ്ടാവും, അതവർ പാലിക്കണം. അത്തരം ബൗണ്ടറികളെ അവർ റെസ്പെക്ട് ചെയ്യണം. റെസ്പോൺസിബിലിറ്റി വേണം. അവരുടെ പഠനത്തിൽ ശ്രദ്ധ വേണം. റെസ്പെക്റ്റോടെ സംസാരിക്കാൻ പഠിക്കണം. ദേഷ്യപ്പെട്ടാലും അവരുടെ മാന്യത കൈവിടരുത്. ഇതെല്ലാം മാതാപിതാക്കൾ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. ടീനേജ് എന്നത് മോശം തലമുറയല്ല, അവർ ക്രിയേറ്റിവിറ്റി ഉള്ളവരും കൂടുതൽ ചിന്തിക്കുന്നവരുമാണ്. അവർക്ക് വേണ്ടത് സൗകര്യങ്ങളും ഫിനാൻഷ്യൽ സപ്പോർട്ടും മാത്രമല്ല, പാരന്റ്സിന്റെ സ്നേഹവും കൂടിയാണ്, അവരുടെ മനസ്സിലാക്കൽ കൂടിയാണ്. അതിന് കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ശിക്ഷയോ ശകാരമോ കളിയാക്കലുകളോ പരിഹാസങ്ങളോ ഒന്നും ഭയക്കാതെ എന്തും തുറന്നു പറയുവാനുള്ള ഒരു അന്തരീക്ഷം മക്കൾക്കുണ്ടാക്കി കൊടുക്കണം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പെട്ടെന്ന് ചാടി വീഴാതെ, ആദ്യം വേണ്ടത് ജഡ്ജ്മെന്റ് ഇല്ലാതെ അവരെ കേൾക്കുക എന്നതാണ്. കുട്ടി എന്തെങ്കിലും പറയുമ്പോഴേക്കും ഉടനെ തന്നെ അവരെ ഉപദേശിക്കാനോ അവരെ തിരുത്തുവാനോ ശ്രമിക്കരുത്. ആദ്യം അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, അവരുടെ ലോകത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ, അവർ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ്, അവരുടെ സൗഹൃദങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം അല്പമെങ്കിലും മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെ വേസ്റ്റ് എന്ന് പറയുന്നതിനു പകരം ഇതെന്താണ്, ഇതൊന്ന് കാണിച്ചു തരാമോ, ഇത്തരം കാര്യങ്ങൾ ചോദിക്കുക. അവരുടെ മെന്റൽ ഹെൽത്തിനെ ഗൗരവമായി കാണണം. ഇത് നിനക്ക് എപ്പോഴും ഉള്ള കാര്യമല്ല, ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ്, ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്നിങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാതെ ഉപദേശങ്ങൾക്ക് പകരം അവരുടെ ഫീലിങ്സ്, തോട്ട്സ്, ഡിസപ്പോയിന്റ്മെന്റ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയെല്ലാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. സ്വാതന്ത്ര്യവും അതിരുകളും തമ്മിലുള്ള ബാലൻസ് വെക്കുക.
അമിതമായ നിയന്ത്രണം അകലം വർദ്ധിപ്പിക്കും. അതേസമയം പൂർണ്ണ സ്വാതന്ത്ര്യവും അത്ര നല്ലതല്ല. നിരന്തരമായ കമ്മ്യൂണിക്കേഷനിലൂടെ, ചർച്ചകളിലൂടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും ശ്രമിക്കുക. കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താതെ അവരതിൽ എന്താണ് ചെയ്യുന്നത് എന്ന് സ്നേഹത്തോടെ മനസ്സിലാക്കുക. ശാസനയും കർശനമായ നിയന്ത്രണങ്ങളും കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും കൂടുതൽ അകറ്റുവാനേ സാധിക്കുകയുള്ളൂ. ടീനേജിലെ കുട്ടികൾ വഴിതെറ്റാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ മോശം കൂട്ടുകെട്ടുകളാണ്. കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നിർബന്ധമായും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അവരെ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുക, അവർക്ക് നല്ല ആതിഥേയത്വം നൽകുക. ഇതുവഴി കുട്ടിയുടെ സൗഹൃദങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചീത്ത കൂട്ടുകെട്ടുകളാണെങ്കിൽ അതിൽ നിന്നും കുട്ടികളെ അകറ്റേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അത് വാശിയിലൂടെയോ ശാസനയിലൂടെയോ ആവരുത്. വളരെ ശാന്തമായും നല്ല മനസ്സോടെയും സ്നേഹത്തോടെയും കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അമിത നിയന്ത്രണം കൂടുതൽ അപകടത്തിലേക്കാണ് എത്തിക്കുക. കുട്ടിയെ വീടിനുള്ളിൽ പൂട്ടിയിട്ടതുകൊണ്ടോ അവർക്ക് മൊബൈൽ ഫോൺ നൽകാത്തതുകൊണ്ടോ അവർ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കില്ല. അത് കൂടുതൽ കള്ളങ്ങൾ പറയാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് കൃത്യമായ സ്വാതന്ത്ര്യം നൽകുക. നമ്മുടെ കണ്ണുകളും ശ്രദ്ധയും എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കുകയും വേണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് എന്ന ഇമോഷണൽ സപ്പോർട്ടാണ് മക്കൾക്ക് വേണ്ടത്. ഏത് തിരക്കുകൾക്കിടയിലും മാതാപിതാക്കൾ അതിന് സമയം കണ്ടെത്തണം. മാതാപിതാക്കൾ മക്കളുടെ റോൾ മോഡലായി തീരണം. അത് പറയാൻ എളുപ്പമാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നാം അതിന് ഒരുപാട് വില നൽകേണ്ടി വരും. മക്കളോട് പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവർക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. മാതാപിതാക്കൾ മക്കളോട് പറയുന്ന കാര്യങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്നത് മക്കൾക്ക് ബോധ്യമാവണം. അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാം അവർക്ക് കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവരുമായി കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക. നിനക്ക് അവളെ പോലെ ആയിക്കൂടെ? അവൾ വീട്ടിൽ അവളുടെ അമ്മയെ എല്ലാറ്റിനും ഹെൽപ്പ് ചെയ്യുന്നു, ഭക്ഷണം റെഡിയാക്കും, വീട് വൃത്തിയാക്കും. നിനക്കിവിടെ എന്തിന്റെ കുറവാണ്? ഇത്രയും സൗകര്യങ്ങളൊന്നും ആ വീട്ടിലില്ല. എന്നിട്ടും ആ കുട്ടിയുടെ സ്വഭാവം കണ്ടില്ലേ? അതിന്റെ പഠിപ്പ് നീ കാണുന്നില്ലേ? ഇത്തരം കമ്പാരിസൺ മാതാപിതാക്കൾ നിർബന്ധമായും നിർത്തുക. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അകലം കുറക്കാനും അടുപ്പം വർദ്ധിപ്പിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിവസത്തിൽ ഒരിക്കലെങ്കിലും വീട്ടിൽ ക്വാളിറ്റി ടൈം ഉണ്ടാക്കുക എന്നത്. ഫോണില്ലാതെ ഭക്ഷണ സമയം ഉണ്ടാക്കുക. അത്താഴത്തിനെങ്കിലും വീട്ടിൽ ഒരുമിച്ച് കൂടാത്ത ഒരു കുടുംബവും ഉണ്ടാവില്ല. ആ സമയം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അന്നത്തെ ഓഫീസ് കാര്യങ്ങൾ, സ്കൂളിലെ വിശേഷങ്ങൾ, മക്കളുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ എല്ലാം ശ്രദ്ധയോടെ കേൾക്കുക. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഈ സംഭാഷണത്തിലാണ് ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മക്കൾ തുറന്നു പറയുന്നത്. ഇത്തരം സാഹചര്യം നിർബന്ധമായും മാതാപിതാക്കൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും അന്തരീക്ഷവും മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുക്കുക. ഇത്തരം കമ്മ്യൂണിക്കേഷനുള്ള വീട്ടിൽ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും. കാറ്റ് ശക്തമായി വീശുമ്പോൾ വലിയ മരങ്ങളാണ് ഒടിഞ്ഞു വീഴുന്നത്. ചെറിയ പുൽക്കൊടികൾ കാറ്റിൽ അല്പം വളഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഏത് കാറ്റിലും മഴയിലും അത് കേടുപാടുകൾ കൂടാതെ നിൽക്കുന്നു. കുടുംബ ബന്ധങ്ങളിലും ഈ വളഞ്ഞുകൊടുക്കൽ അത്യാവശ്യമാണ്. മാതാപിതാക്കൾ കുട്ടികളുടെ പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കുട്ടികൾ മാതാപിതാക്കളുടെ ആശങ്കകൾ മനസ്സിലാക്കാനും തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഒട്ടുമിക്ക വീടുകളിലുമുള്ളൂ. പരസ്പരം ശത്രുക്കളാകാതെ ഒരേ ടീമായി മുന്നോട്ടു പോയാൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ എന്നും നിലനിർത്താൻ സാധിക്കും. കൗമാരം എന്നതൊരു മോശം തലമുറയല്ല. ഒരുപാട് നല്ല നല്ല ക്വാളിറ്റികളും ക്രിയേറ്റിവിറ്റികളുമുള്ള മക്കളാണവർ. ഒരുപാട് സൗകര്യങ്ങളല്ല അവർ മാതാപിതാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. തങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സാണ്. പഴയ തലമുറയുടെ അനുഭവ സമ്പത്തും പുതിയ തലമുറയുടെ ആധുനിക ചിന്തകളും ഒത്തുകൂടുമ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. മാറുന്ന കാലത്തിനനുസരിച്ച് മാതാപിതാക്കളുടെ ചിന്തകളിലും കാഴ്ചപ്പാടുകളിലും മാറ്റം വരുത്തുകയും മക്കളത് തിരിച്ചറിയുകയും ചെയ്താൽ ഈ ജനറേഷൻ ഗ്യാപ്പ് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. അതിന് മക്കളും മാതാപിതാക്കളും ഒരുപോലെ മാറാൻ തയ്യാറാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.